CBSEയുടെ ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി, അതായത് ബ്ലഡാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡാണ് ഫുഡും ഓക്സിജനും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ നമ്മുടെ ബോഡിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന്. നമുക്ക് അറിയാം, ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലേ. ഈ ബ്ലഡിൽ നമുക്കൊരു വാട്ടറി പോർഷൻ കാണാം, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്ലാസ്മ എന്ന് പറയും. ഒരു സ്ട്രോ കളേർഡ് ഫ്ലൂയിഡാണത്. പിന്നെ ബ്ലഡ് സെൽസും ഉണ്ട്. ബ്ലഡ് സെൽസ് മെയിനായിട്ട് RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ, ഇങ്ങനെ 3 ടൈപ്പ് ബ്ലഡ് സെൽസാണ് നമുക്ക് മെയിനായിട്ട് കാണുക. ഈ പ്ലാസ്മ എന്ന് പറയുന്ന വാട്ടറി പോർഷനാണ് ദാറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജീനസ് വേസ്റ്റ് എല്ലാം ഡിസോൾവ്ഡ് ഫോമിൽ കൊണ്ടുപോകുന്നു. ഇനി ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഓക്സിജൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന റെഡ് ബ്ലഡ് സെൽസിൽ കാണുന്ന പിഗ്മെൻറ്റ് ആണ് ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് അത് ട്രാൻസ്പോർട്ടേഷൻ മെയിനായിട്ട് വരുന്നത്. നമുക്ക് ഈ പിന്നെ സോൾട്ട്, മറ്റ് ഹോർമോണുകൾ, ഇതൊക്കെ ബ്ലഡിൻ്റെ വാട്ടറി പോർഷനിലൂടെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നു. ഇനി നമുക്ക് ഈ മറ്റ് ടിഷ്യൂസിലേക്കൊക്കെ ബ്ലഡ് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു പമ്പിങ് ഓർഗൻ ആസ് വെൽ ആസ് ട്യൂബ്സ് കണക്റ്റിംഗ് ദീസ് ഫ്രം ദ പമ്പിങ് ഓർഗൻ ടു ദ ടിഷ്യൂസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഈ പമ്പിങ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എന്ന് നമ്മൾ പറയും. പിന്നെ പമ്പിങ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടാണ്, ഹ്യൂമൻ ഹാർട്ട്. അപ്പോൾ ഈ ഹ്യൂമൻ ഹാർട്ടിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു സെക്ഷനും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, ഹ്യൂമൻ ഹാർട്ട് ഈസ് എ മസ്കുലാർ ഓർഗൻ വിച്ച് ഈസ് ആസ് ബിഗ് ആസ് അവർ ഫിസ്റ്റ്. നമ്മളിങ്ങനെ ഒരു മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ എത്രയുണ്ടോ അത്രയാണ് ഒരു ഹാർട്ടിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. അതൊരു കംപ്ലീറ്റ്ലി മസ്കുലാർ ഓർഗനാണ്. കാർഡിയാക് മസിൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിക്കണതെന്ന് നമുക്കറിയാം. ഇനി ഇതിൽ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡും, അതായത് ഓക്സിജൻ റിച്ച് ബ്ലഡിനെ നമ്മൾ പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡിൻ്റെ അതിനെ നമ്മൾ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് സാധാരണ രീതിയിൽ 4 ചേമ്പേർഡ് ഹാർട്ടാണ് അല്ലേ. നമുക്കറിയാം, അപ്പർ ചേമ്പേഴ്സിനെ നമ്മൾ ഏട്രിയ എന്ന് പറയും അല്ലെങ്കിൽ ഓറിക്കിൾസ്. ലോവർ ചേമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വെൻട്രിക്കിൾസ്. ഈ വെൻട്രിക്കിൾസിൻ്റെ വാൾസ് നല്ല തിക്കായിരിക്കും ദാൻ കമ്പയർഡ് ടു ദി ഓറിക്കിൾസ്. അവരുടെ വാൾസിനേക്കാൾ നല്ല തിക്കായിരിക്കും വെൻട്രിക്കിൾസിൻ്റെ ഈ വാൾസ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് പമ്പിങ് മെയിനായിട്ട് വരുന്നത്. ഇനി ഈ ഹാർട്ട് ചേമ്പേഴ്സിൽ തന്നെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഓൾവേസ് റിസീവ്സ് പ്യുവർ അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ദ റൈറ്റ് സൈഡ് റിസീവ്സ് ഡീ ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് കാണുക. ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഈ സാധാരണ രീതിയിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ടിഷ്യൂസിൽ നിന്ന് വന്നിട്ട് ലങ്സിലെത്തിയിട്ട് തിരിച്ച് നമ്മൾ എക്സെയിൽ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ പ്യുവർ ആക്കാൻ വേണ്ടി, ഓക്സിജനേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ലങ്സിലെത്തിയതിന് ശേഷമാണ് ഹാർട്ടിലേക്ക് എത്തിയതിന് ശേഷം ഹാർട്ടിൽ നിന്ന് അത് പമ്പ് ചെയ്ത് ഡിഫറെൻറ്റ് ടിഷ്യൂസിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡും എത്തിക്കുന്നു. ഇനി ഈ സ്റ്റെപ്പ്, നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാൾസ്, ഹാർട്ടിൻ്റെ വാളുകളുണ്ട്, ഇതുണ്ട് പറഞ്ഞു, അത് ചേമ്പേഴ്സ് ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലേ, 4 ചേമ്പേഴ്സ് ഉണ്ടെന്ന്. ഇതിൽ ഈ ചേമ്പേഴ്സിൻ്റെ കൺട്രാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റോൾ എന്ന് പറയും, സിസ്റ്റോൾ. ഇനി റിലാക്സേഷനെ പറയുന്ന പേരാണ് ഡയസ്റ്റോൾ. Okay, contraction of the heart chambers is called as systole and the relaxation is called as diastole. ഇനി ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്സിജൻ റിച്ച് ബ്ലഡ് ലങ്സിൽ നിന്ന് വരുന്നതാണത്. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും പ്യുവർ അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. സോ ഫ്രം ദ ലങ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് റീച്ചസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി അപ്പർ ചേംബർ, ലെഫ്റ്റ് ഏട്രിയ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തുന്നു. ലെഫ്റ്റ് ഓറിക്കിളിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഈ ലെഫ്റ്റ് ഓറിക്കിൾസ് ഡയസ്റ്റോളിലേക്ക് പോകും, അല്ലെങ്കിൽ അതിങ്ങനെ റിലാക്സ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഏട്രിയം relaxes,
വെൻ ഇറ്റ് ഈസ് കളക്ടിങ് ദിസ് ബ്ലഡ് വന്നിട്ട് എൻ്റർ ചെയ്യുന്നു ലെഫ്റ്റ് ഏട്രിയത്തിൽ. അപ്പോൾ പ്യുവർ ബ്ലഡ് വന്നിട്ട് കളക്ട് ചെയ്യണം ഫ്രം ദ ലങ്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയ കൺട്രാക്ട്. അതിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു കൺട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കൺട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുമ്പോൾ ആ ലെഫ്റ്റ് ഏട്രിയയിൽ നിന്ന് താഴെയുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് കൺട്രാക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി താഴോട്ട് അത് ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് ഏട്രിയയും ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയിൽ വാൽവുകളുണ്ട്. ആ വാൽവ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, എന്നാലും ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയും അതിനെ. മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയും. അപ്പോൾ ലെഫ്റ്റ് ഓറിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യുവർ ബ്ലഡ് ഫ്രം ദി ലെഫ്റ്റ് ഓറിക്കിൾ റീച്ചസ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് അടുത്തതായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യുവർ ബ്ലഡ് വെസൽസ് വഴി ഡിഫറെൻറ്റ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പല ബോഡി ടിഷ്യൂസിലേക്ക് അത് പോകുന്നു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എത്തുന്നത് നമ്മൾ പറഞ്ഞു, റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് റിസീവ്സ് ഓൾവേസ് ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? ടിഷ്യൂസിൽ നിന്ന് വരുന്ന ബ്ലഡാണ് അല്ലേ. അപ്പോൾ ആ ടിഷ്യൂസിൽ നിന്ന് വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റീച്ചസ് ദി റൈറ്റ് ഏട്രിയ അല്ലെങ്കിൽ റൈറ്റ് ഓറിക്കിളിലേക്ക് എത്തും. ഈ റൈറ്റ് ഓറിക്കിളിലേക്ക് എത്തുമ്പോൾ എന്താ ഉണ്ടാവുക? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഏട്രിയ ഡയസ്റ്റോളിലേക്ക് പോകുമ്പോഴാണ് അത് ബ്ലഡ് ഫില്ലാവുന്നത്. അങ്ങനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നാച്ചുറലി അത് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നുള്ള ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകാൻ തുടങ്ങും. അവിടെയും വാൽവുകളുണ്ട്. റൈറ്റ് ഓറിക്കിളും റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവുകളെ നമ്മൾ ട്രൈകസ്പിഡ് വാൽവുകൾ എന്ന് പറയും. അപ്പോൾ ആ വാൽവ് വഴി ഈ ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. പിന്നീട് റൈറ്റ് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ, അടുത്തായിട്ട് കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വെസൽ വഴി, മെയിനായിട്ട് ഇത് പൾമനറി ആർട്ടറി ഒക്കെയാണ് കേട്ടോ, അതുവഴി ബ്ലഡ് ഡീഓക്സിനേറ്റഡ് ബ്ലഡാണ്. അപ്പോൾ പ്യൂരിഫിക്കേഷന് വേണ്ടി എങ്ങോട്ടേക്ക് പോകും? ലങ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലങ്സിലെത്തിയതിന് ശേഷം വീണ്ടും ഈ സൈക്കിള് പ്യുവർ ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തുന്നു. വീണ്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ അവിടെ നിന്ന് ടിഷ്യൂസിലേക്ക് പോകുന്നു. ഇങ്ങനെ 2 ഡബിൾ സർക്കുലേഷനാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ഹാർട്ടിൽ നടക്കുന്നത്. ഒരിക്കലും ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നെവർ മിക്സസ്, ഒരിക്കലും മിക്സപ്പ് ആവുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ചേംബേഴ്സൊക്കെ നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ വാൽവുകളുടെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൽവ്സ് എൻഷുവർ ദാറ്റ് ബ്ലഡ് ഡസ് നോട്ട് ഫ്ലോ ബാക്ക്വേർഡ്സ് വെൻ ദ ഏട്രിയ ഓർ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഓരോ ചേംബേഴ്സിൻ്റെയും ഇടയിൽ നമുക്ക് വാൽവുകൾ, അതിൻ്റെ ഫങ്ഷൻ അതാണ്. അപ്പോൾ ഇതാണൊരു സെക്ഷൻ ഓഫ് ഹ്യൂമൻ ഹാർട്ടും അതിൻ്റെ ഒരു ചെറിയൊരു വർക്കിംഗ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഈ ലെഫ്റ്റ് സൈഡിലുള്ള സർക്കുലേഷനെ ഞാൻ ഈ ഓക്സിജനേറ്റഡ് റിച്ച് ബ്ലഡിൻ്റെ സർക്കുലേഷനെ നമ്മൾ പൾമിനറി സർക്കുലേഷൻ എന്നും റൈറ്റ് സൈഡിൽ നിന്ന് പോകുന്നതിനെ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്നും പറയും. അങ്ങനെ ഡബിൾ സർക്കുലേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം. താങ്ക് യു.